രാഹുൽ ഗാന്ധി 15, 16 തീയതികളിൽ വയനാട് പര്യടനത്തിനായി എത്തുകയാണ്. അതിനുവേണ്ടി വലിയ മുന്നൊരുക്കങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും വലിയ ശക്തമായ തോതിൽ പ്രചാരണം നടക്കുന്നുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഏറനാട് MLA ശ്രീ PK ബഷീറാണ്. രാഹുലിന് കഴിഞ്ഞ തവണ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് ഏറനാട് മണ്ഡലത്തിലാണ്. ഇത്തവണയും ശക്തമായ പ്രചരണം നടക്കുന്നുവെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നതിൽ തന്നെ ഞങ്ങളെല്ലാവരും വളരെ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല ഒരു നിർഭയത്വത്തോടു കൂടി കാര്യങ്ങൾ പറയുന്ന, കാര്യങ്ങൾ പഠിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ശ്രീ രാഹുൽജി മാത്രമാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 2019 സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ 2 കൈ നീട്ടി വയനാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്രാവശ്യം അതിനേക്കാളും നല്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും. അതിനൊരു തെളിവാണ് കഴിഞ്ഞ 3-ാം തീയതി വയനാട് നടന്ന റോഡ് ഷോ. അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വന്ന സമയത്തുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും പ്രായമായ ആളുകളുടെയും, അതും മലബാറിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോമ്പുകാലൊക്കെ ആയപ്പോഴും ഈ ചൂട് കാലത്ത് 11-12 മണിക്കാണ് അത്രയും ജനം ഒഴുകുകയായിരുന്നു. അത് തന്നെ ഒരു മാറ്റമാണ്. ഇപ്പോൾ സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ 2 ഇതിലുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് നായകത്വം വഹിക്കുന്ന നേതാവ്, ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ കഴിഞ്ഞ 3 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് രാഹുൽ ഗാന്ധി റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഇത്തവണ 2 സ്ഥലങ്ങളാണ് മണ്ഡലത്തിലെ റോഡ് ഷോയിൽ രാഹുൽ പങ്കെടുക്കുന്നല്ലേ? ഏറ്റവും അധികം ആദ്യഘട്ട കാരണം അദ്ദേഹം വരാത്ത കീബറൂർ പഞ്ചായത്ത്, നമ്മളൊരു ഉള്ളോട്ടിലൊരു പഞ്ചായത്താണ്. പിന്നെ ഒന്ന് ഊർങ്ങാട്ടി പഞ്ചായത്ത്, ഇങ്ങനെ അരീക്കോട് വഴിക്കാണ് പോകുന്നത്. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലും 3 സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പര്യടന പരിപാടി വെച്ചിട്ടുള്ളത്. റോഡ് ഷോ ആണ്. ഞങ്ങളെ ചോദിച്ചാൽ ഞങ്ങൾ, കാരണം ഞങ്ങളെ ആളുകൾക്ക് ഇനി അടുത്ത 2ാം ഘട്ടം വരുമ്പോൾ ഞങ്ങളെ വേറെ 2 പഞ്ചായത്തിനോടും അദ്ദേഹം കവർ ചെയ്യാനുണ്ട്. കാവനൂരും കുഴിമണ്ണി അദ്ദേഹത്തിന് ഏറ്റവും കിട്ടിയതാ. പിന്നെ അദ്ദേഹത്തിനെ ജനങ്ങൾക്ക് കാണണമല്ലോ, പിന്നെ ആഗ്രഹങ്ങളുണ്ട്. നേരെ മറിച്ച് മലപ്പുറത്തിന് ഒരു പാരമ്പര്യമുണ്ട്. മുൻകാലങ്ങളിൽ ഞങ്ങളെ നേതാവ് ഇസ്മായിൽ സാഹിബ് മണ്ഡലം കാണാതെ ജയിച്ച ചരിത്രമുണ്ട്. അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥി ഒന്ന് വന്ന് പോയി ആളുകൾ വിഷ് ചെയ്ത് ഒന്ന് പോയാൽ മതി. അത്രേ ഉള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് വേണ്ടി UDF-നെയൊക്കെ കാത്തിരിക്കുന്നതിന് LDF ആവും. എന്താണെന്ന് വെച്ചാൽ പച്ചക്കൊടി പൊങ്ങുമല്ലേ നോക്കാൻ. കൊടി പിടിച്ചു പോയവന് 400 ആളില്ലേ നോമിനേഷൻ കൊടുക്കാൻ? എവിടെ? വയനാട്ടില്. കൊടിയല്ല തെരഞ്ഞെടുപ്പ് പ്രധാനം, തെരഞ്ഞെടുപ്പിൽ വോട്ടാ പ്രധാനം. മുന്നണി സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. മുസ്ലിം ലീഗ് 54 കൊല്ലമായിട്ട് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ അങ്ങനെ തന്നെ ആ കൊടി മുന്നിൽ വെച്ചാൽ വലിയ കൊടി വെക്കുമ്പോൾ സ്ഥാനാർത്ഥിനെ ആർക്കും കാണൂല, ഒന്ന് വിഷ് ചെയ്യാനും കഴിയില്ല. അതിനും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആശയദാരിദ്ര്യം ഉണ്ടായതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ, ഇവര് മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഈ ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് വെച്ചു, നിങ്ങൾ മീഡിയാസ് ഉള്ളോ, എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഒരു നേട്ടം, ഒരു ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം എന്തെങ്കിലും പറയാൻ കഴിയണ്ടേ? അതെങ്ങനെ പറയണ എന്താണ്? പൗരത്വം കേരള നിയമസഭയിൽ നമ്മളെല്ലാവരും കൂടി അല്ലേ പൗരത്വത്തിന് കേന്ദ്രത്തിന്റെ പ്രമേയം, അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPM എല്ലാവരും നിയമസഭയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ചല്ലേ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയത്? ഇയാൾക്ക് എന്താ അവകാശം പറയാനുള്ളത്? വെറുതെ എങ്ങനെ പറയാം? പിന്നെ വിഭാഗീയമായ ചിന്താഗതി ഉണ്ടാക്കുക. സ്വന്തം കുട്ടിയെ തള്ളി പറഞ്ഞ കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം ഞങ്ങളെ DYF പോലെ മക്കളെല്ലാം അത് പറഞ്ഞു ഓർക്ക് വേറെ പണിക്കോയിക്കൂടെ. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടമാണെന്നും അദ്ദേഹം ജയിച്ചാൽ ഗണപതി വട്ടം എന്ന് പേര് തിരിച്ചു കൊണ്ടുവരുന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവരത് വലിയ തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെ കാണുന്നത്? അതോട് ആ ഒരൊറ്റ പറച്ചിലുകൊണ്ട് കിട്ടണ വോട്ടും കൂടി സുരേന്ദ്രന് കിട്ടൂല. എവിടുന്നാ പേരൊക്കെ പറയണേ? ജാതി മതം ഇവിടെ കാണുമ്പോ ഇവിടെ വേറൊരു അജണ്ട, വടക്കേന്ത്യയിൽ വേറൊരു അജണ്ട. എന്താ പേരിലാണ് അതൊക്കെ നിൽക്കുന്നത്? ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം, ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെത്തിയിട്ട് എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുക? ഇവിടെ കാണുമ്പോൾ ഒന്ന്, ഗൾഫിൽ പോകുമ്പോൾ വേറെ ഒന്ന്, ഇവർക്ക് വേറെ പണിക്കോയിക്കൂടെ? എന്നാണെങ്കിൽ രാഹുലിന് ഇത്തവണത്തെ ഏറ്റവും അധികം ഭൂരിപക്ഷം ഏറനാടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്ക് നല്ല റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഏറനാട് നിയോജകമണ്ഡലത്തിലുണ്ടാവും. കാരണം ഞങ്ങൾക്ക് ഏറനാട് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും വോട്ടർമാർ കുറവുള്ള നിയോജകമണ്ഡലമാണ് ഏറനാട് നിയോജകം. ഞങ്ങളെക്കാളും കൂടുതൽ വോട്ടർമാരില്ല, 40,000 47,000 വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളും നിലമ്പൂരും അതുപോലെ തന്നെ വണ്ടൂരും ഒക്കെ UDF-ന്റെ സ്ട്രോങ് ബെൽറ്റാണ്. അപ്പൊ ഞങ്ങൾ നല്ലൊരു വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, പോരാട്ടത്തിലാണ് എന്നാണ് PK ബഷീർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹത്തിന് അഭിപ്രായവും പങ്കുവച്ചു. അഖിലോട് പറഞ്ഞൊപ്പം CB അനുമോദ്, News 18.